സുഗമാദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവിക തന്നെ ഈ അരുന്ധതിക്കും ഇസബെല്ലയ്ക്കും കെവിനും നല്ല തിരിച്ചടി കൊടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ദേവിക എസ്തപ്പാനും ചേർന്ന് അരുന്ധതിയെ കാണാൻ വരുമ്പം അരുന്ധതിയാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് കൂടെയുള്ളത് ആരാന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അതെനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ്. ആ സമയത്ത് ഈ അരുന്ധതി എസ്തപ്പാനെ മൊത്തത്തിൽ നോക്കി കഴിയുമ്പോൾ അരുന്ധതിക്ക് മനസ്സിലാവുന്നുണ്ട് എസ്തപ്പാൻ ഒരു ഗുണ്ടയാണെന്ന്. ആ കാര്യം പറയുമ്പം എസ്തപ്പാൻ അത് സമ്മതിക്കണമുണ്ട്. എന്നിട്ട് ദേവിക പറയുന്നുണ്ട് എനിക്ക് മേഡത്തിനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. നീ എന്തിനാ ഇപ്പോൾ വന്നേ? നീ എന്താ പോലീസ് വിളിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം അതൊന്നും അല്ല മേഡം, എനിക്ക് നന്ദുവിനെ തിരിച്ചു കിട്ടണം. മേഡം അറിയാതെ നന്ദു എങ്ങും പോയിട്ടില്ല. ആ സമയത്ത് അരുന്ധതി ഈ ഋഷിയെ പിടിച്ച് സത്യമായിട്ടാണ് പറയണത്, നന്ദുവിനെ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ നന്ദൻ്റെ കാര്യത്തിലൊന്നും ചെയ്തിട്ടില്ല എന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട് മേഡം മരിച്ചുപോയ മകൻ്റെ പേരിലാണ് സത്യം ചെയ്തിരിക്കുന്നത്. മേഡത്തിൻ്റെ വേദന എനിക്ക് മനസ്സിലാവും. മേഡം മകന് കാണാത്ത വിഷമത്തിലാണ്, പക്ഷേ ഞാൻ എൻ്റെ ഭർത്താവിനെ അന്വേഷിച്ചാണ് നടക്കുന്നത്. എന്തായാലും മേഡത്തിൻ്റെ വിഷമത്തിന് മുന്നിൽ എൻ്റെ വിഷമം ഒന്നുമല്ല. എന്നാലും ഞാൻ മേഡത്തിനൊരു വാക്ക് തരാം, എത്രയും പെട്ടെന്ന് ഋഷിയെ കുഴിച്ചിട്ട സ്ഥലം ഞങ്ങൾ കണ്ടെത്തും. അതിന് ഞാൻ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്നേരം ഈ അരുന്ധതിക്കാണെങ്കിൽ സങ്കടമോ വിഷമമോ ഒന്നുമല്ല, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ തന്നെയാണ് അരുന്ധതിയുടെ മുഖത്ത് ഇവർക്ക് മനസ്സിലാവുന്നത്. ദേവിക ഇതൊക്കെ പറയുമ്പം അരുന്ധതിയുടെ മുഖഭാവം കാണുമ്പോൾ ഈ എസ്തപ്പാനെ ആണെങ്കിൽ ഇപ്പം ശരിയാക്കി തരാമെന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതേസമയം ദേവികയാണെങ്കിൽ വീണ്ടും ഋഷിയുടെ കാര്യം തന്നെയാണ് പറയണത്. എന്തായാലും ബാക്കിയുള്ള ശരീരഭാഗങ്ങളും അസ്ഥിയും എല്ലാം മേഡത്തിന് തരാൻ ഞാൻ ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല ഋഷിയുടെ മരണാനന്തര ചടങ്ങുകളെല്ലാം നമ്മൾ നടത്തണം. ആത്മാവിന് ശാന്തി കിട്ടണ്ടേ, ഇല്ലെങ്കിൽ അത് മേഡത്തിന് എന്നെ സങ്കടമാവൂലേ, എത്രയും പെട്ടെന്ന് അതിനുള്ള ഏർപ്പാടുകൾ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഈ ദേവിക വീണ്ടും ഋഷി മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുമ്പം അത് കേട്ടിട്ട് അരുന്ധതിക്ക് അതിന് സഹിക്കാൻ പറ്റണില്ല. എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ടോ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മേഡം എന്തിനാ ഇങ്ങനെ ചൂടാവണേ, മേഡത്തിൻ്റെ മകൻ മരിച്ചതിൻ്റെ വിഷമമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും. ആ സമയത്ത് ഈ അരുന്ധതിയാണെങ്കിൽ വീണ്ടും ദേഷ്യത്തോടു കൂടി മതി നിർത്ത്, മരിച്ചു കുറേ സമയമായല്ലോ എൻ്റെ മകൻ മരിച്ചു എന്ന് പറയണമെന്ന്. അന്നേരം ഈ ദേവിക ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി മേഡം, മേഡത്തിന് സങ്കടം സഹിക്കാൻ പറ്റാതെ സമനില തെറ്റിയതാണെന്ന് ചോദിക്കുമ്പം എനിക്കൊരു സമനിലയും തെറ്റിയിട്ടില്ല, നീ എന്തിനാ എൻ്റെ മകൻ മരിച്ചു എന്ന് എപ്പോഴും പറയണേന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഋഷി മരിച്ചതല്ലേ, കൊന്നത് എൻ്റെ ഭർത്താവും, പിന്നെ ഞാൻ പറയണേന് എന്താ മേഡം കുഴപ്പമെന്ന് ചോദിക്കുന്നതും ഈ അരുന്ധതി പറയുന്നുണ്ട് എൻ്റെ മകൻ മരിച്ചിട്ടില്ല, എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ട്. അന്നേരം ദേവിക ചോദിക്കുന്നുണ്ട് മേഡം എന്തൊക്കെയാണ് ഈ പറയണത്, ഇനി ശരിക്കും മേഡത്തിന് സ്വബോധം നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു ബോധവും നഷ്ടപ്പെട്ടിട്ടില്ല, എൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്ന് പറയുന്നു. അന്നേരം ഈ ദേവിക ചോദിക്കുന്നുണ്ട് അപ്പോൾ മേഡം കുറേ ദിവസം വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കിയത് നന്ദു മേഡത്തിൻ്റെ മകനെ കൊന്നെന്നും പറഞ്ഞല്ലേ, പിന്നെ എന്താ അപ്പോൾ ഋഷി എവിടെയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ഈ അരുന്ധതി പറയുന്നുണ്ട് ഋഷിയെ ഇപ്പോൾ കാണാനില്ല എന്ന്. ആ സമയം പെട്ടെന്ന് തന്നെ ദേവികയ്ക്ക് ഒരു ബുദ്ധി തോന്നുന്നുണ്ട്. ദേവിക ചോദിക്കുന്നുണ്ട് ഋഷിനെ കാണാനില്ല എന്നോ, മേഡം വെറുതെ നുണ പറയല്ലേ, ഋഷി മേഡത്തിൻ്റെ കസ്റ്റഡി തന്നെ കാണുമെന്ന് പറയുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട് ഇല്ല ദേവിക, ഞാൻ പറയുന്നത് സത്യ, ഋഷിയെ ഇപ്പോൾ കാണാനില്ല എന്ന്. അന്നേരം ദേവിക വീണ്ടും ചോദിക്കുന്നുണ്ട് മേഡം എന്താ മനുഷ്യരെ കളിയാക്കണോ, ഇത്രയും ദിവസം ഋഷിനെ നന്ദു കൊന്നു എന്നും പറഞ്ഞുകൊണ്ട് നടന്നു, ഇപ്പോൾ പറയണു ഋഷി ജീവിച്ചിരിക്കുന്നുണ്ട് കാണാനില്ല എന്ന്. ഇതെല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണല്ലോ മേഡം പറയണത്. അന്നേരം എസ്തപ്പാനും പറയുന്നുണ്ട് അത് ശരിയാണല്ലോ മേഡം, ഇത്രയും ദിവസം നന്ദമ്മോൻ ഋഷിയെ കൊന്നെന്നും പറഞ്ഞല്ലേ മേഡം പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നടന്നേ, ഇപ്പോൾ പറയണു ഋഷി മരിച്ചിട്ടില്ല കാണാനില്ല എന്ന്. മേഡം എന്തൊക്കെയാണ് ഈ പറയണതെന്ന് ചോദിക്കുമ്പം ഈ അരുന്ധതി പറയുന്നുണ്ട് ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. അന്നേരം ദേവിക പറയുന്നുണ്ട് ഇല്ല മേഡം, മേഡം പറയണതൊന്നും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ശരിക്കും നന്ദു ഋഷിയെ കൊന്നിട്ടുണ്ടെന്ന് പറയുമ്പം ഈ അരുന്ധതി ആണെങ്കിൽ ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് ദേവിക നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് നന്ദൻ ഋഷിയെ കൊന്നിട്ടുമില്ല, ഋഷി മരിച്ചിട്ടുമില്ല. ആ സമയത്ത് ദേവിക ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഋഷി എവിടെ മേഡം എന്ന് ചോദിക്കുമ്പോൾ ഈ അരുന്ധതി ആദ്യമൊന്നും മിണ്ടണില്ല. പിന്നീട് വീണ്ടും ഋഷി എവിടെയാണെന്നാന്ന് ചോദിക്കുമ്പോൾ ഈ അരുന്ധതി പറയുന്നുണ്ട് അത് ഋഷിയെ ഇപ്പോൾ കാണാനില്ല എന്ന്. ആ സമയം ദേവിക പറയുന്നുണ്ട് ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല, മേഡം പറയുന്നതെല്ലാം കള്ളാന്ന് പറയുമ്പോൾ അരുന്ധതി ദേവികയോട് പറയുന്നുണ്ട് ഇതൊന്നും കള്ളമല്ല, ഋഷിയും ആ ഇസബെല്ലയും കെവിനും ചേർന്ന് പ്ലാൻ ഒരുക്കി ഇതുപോലെ ചെയ്തതാണ്. ആ സമയത്ത് ഈ എസ്തപ്പാൻ ചേട്ടൻ കൈയടിക്കുന്നുണ്ട്. അന്നേരം ഈ അരുന്ധതി ഒന്നും മനസ്സിലാവാത്ത പോലെ എസ്തപ്പാൻ്റെ നേരെ നോക്കുമ്പോൾ ഈ ദേവിക പറയുന്നുണ്ട് മേഡത്തിനൊന്നും മനസ്സിലായില്ല അല്ലേ, ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള സത്യം ഞങ്ങൾക്ക് അറിയാമെന്ന്. അത് കേട്ടതും ഈ അരുന്ധതിയാണെങ്കിൽ ഒന്നും കൂടി ഷോക്കായി പോകുന്നുണ്ട്. ദേവിക അപ്പോൾ നീ എന്നെ ചതിക്കുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളാരെയും ചതിച്ചിട്ടൊന്നുമില്ല, ചതി മൊത്തം നടത്തിയത് നിങ്ങളും നിങ്ങളുടെ മകനും അല്ലേ, എന്തായാലും എനിക്ക് നന്ദുവിനെ തിരിച്ചു കിട്ടണം. അന്നേരം ഈ അരുന്ധതി പറയുന്നുണ്ട് ദേവിക ഞാൻ പറഞ്ഞത് സത്യ, ഋഷിയെ കാണാനില്ല, നന്ദൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പം ഋഷിയെ കാണാനില്ല എന്നുള്ളത് നേരാ, പക്ഷേ ഋഷി ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്, ഋഷിയെ ഞങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു തരും, പക്ഷേ നന്ദനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നെന്ന്. ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ദേവിക ദയവ് ചെയ്ത് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തന്നെ, നന്ദൻ എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പം ദേവിക വീണ്ടും പറയുന്നുണ്ട് അത് ഞാൻ വിശ്വസിക്കണം എന്നാണോ മേഡം പറയണത്
പറയണത്, ഇത്രയും നാളും നന്ദു ഋഷിയെ കൊന്നെന്നും പറഞ്ഞല്ലേ മേഡം ചന്ദ്രോത്ത് വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾ എത്രയധികം വേദനിച്ചു എന്ന് മേഡത്തിന് അറിയോ? ഇപ്പം ഋഷി ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. പക്ഷേ ഋഷിയെ മേഡത്തിന് തിരിച്ചു കിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് നന്ദുവിനെ തിരിച്ചു കിട്ടണമെന്ന്. സമയത്ത് അരുന്ധതിയാണെങ്കിൽ ആകെ ധർമ്മസങ്കടത്തിലാവുന്നുണ്ട്. എന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട്, എനിക്ക് നന്ദനെക്കുറിച്ചൊന്നും അറിയില്ല, എന്തായാലും ഞാൻ ആ ഇസബെല്ലയും കെവിനുമായിട്ടൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന്. അന്നേരം ദേവിക പറയുന്നുണ്ട്, ഇസബെല്ലേനെയും കെവിനെയും ഒരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളില്ല. സ്വന്തം സുഹൃത്തിനെ ഈ രീതിയിൽ ചതിച്ച് അവർ മേഡത്തിനെ ചതിക്കൂല എന്ന് മേഡത്തിന് ഉറപ്പുണ്ടോ? എന്തായാലും ഞങ്ങളിപ്പോൾ പോവുക. മേഡത്തിൻ്റെ സ്വന്തം മകനെ തിരിച്ചു വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നന്ദനെ തിരിച്ചു കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ മേഡത്തിൻ്റെ മകൻ്റെ കാര്യം മേഡം അങ്ങോട്ട് മറന്നേരെ. എന്തായാലും ഋഷി മരിച്ചു എന്നും പറഞ്ഞുകൊണ്ടല്ലേ മേഡം ഇത്രയും ദിവസം അഭിനയിച്ചത്. ആ അഭിനയം ഇനിയും തുടർന്നാൽ മതി എന്നും പറഞ്ഞ് ഈ ദേവികയും എസ്തപ്പാനും പോകാനിറങ്ങുമ്പം അരുന്ധതി പുറകെ ചെല്ലുന്നുണ്ട്. ദേവിക, എൻ്റെ ഋഷിയെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പം, നിങ്ങളുടെ മകനെ എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെപ്പോട്ടില്ലേ അല്ലല്ലോ. ഇത്രയും ദിവസം നന്ദു എന്തോരം ടെൻഷൻ അടിച്ചു. നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ഒരു നാടകം നടത്തിയതല്ലേ. ഋഷീനെ നന്ദു കൊന്നു എന്നും പറഞ്ഞ് അതിനൊക്കെ നിങ്ങൾ സമാധാനം പറയണം, ഇല്ലെങ്കിൽ നിങ്ങളെയും കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഇപ്പം ഞാൻ പോവുകയെന്നും പറഞ്ഞുകൊണ്ട് ദേവിക എസ്തപ്പാനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ചന്ദ്രോത്തുള്ളവരെയാണ്. ഈ പ്രഭാവതിയും സിദ്ധാർത്ഥനും കൂടി ദേവിക വന്നതും എന്തായി മോളെ പോയിട്ടെന്ന് ചോദിക്കുമ്പോൾ അവർ സത്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞാച്ചാന്ന് പറയുന്നു. എന്ത് സത്യം തുറന്നു പറഞ്ഞതെന്ന് ചോദിച്ചതും, നന്ദു ഋഷിയെ കൊന്നിട്ടില്ല, ഋഷി ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് അരുന്ധതി മേഡം പറഞ്ഞു. എന്നിട്ട് ഋഷി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഋഷിയെ ഇപ്പോൾ കാണാനില്ല. ശാരിക പറഞ്ഞതെല്ലാം സത്യം അച്ഛാ, ഋഷിയെ ആരോ തട്ടിക്കൊണ്ടു പോയേക്കോ. ഇനിയിപ്പോൾ നന്ദനെയും ഋഷീനെയും ഒരാൾ തന്നെയായിരിക്കുമോ കൊണ്ടുപോയേക്കണേന്ന് ഈ സിദ്ധാർത്ഥൻ ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അതൊന്നും അറിയില്ല. എന്തായാലും അരുന്ധതി മേഡത്തിന് അതിൽ പങ്കൊന്നുമില്ല. പങ്കുണ്ടായിരുന്നെങ്കിൽ ഋഷി നമ്മുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ നന്ദുവിനെ വിട്ടുതരാൻ തയ്യാറായേനെ. അവർ ആണയിട്ട് പറയുന്നത് നന്ദു എവിടെയുണ്ടെന്ന് അവർക്ക് അറിയില്ല എന്ന് തന്നെയാണ്. സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, അരുന്ധതി അല്ലെങ്കിൽ പിന്നെ ആരാ നന്ദനെ കടത്തിക്കൊണ്ട് പോയത്? നന്ദന് വേറെ ശത്രുക്കളൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം, ഇനി നമ്മൾ സംശയിക്കേണ്ടത് ആ ഇസബെല്ലേനെയും കെവിനെയും. അതുമാത്രമല്ല, ഇവരെ കൂടാതെ നാലാമതൊരാളുണ്ടോയെന്നും നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ നമ്മളുടെ അന്വേഷണം എങ്ങും എത്തൂല. എന്ന സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അത് മോള് പറഞ്ഞത് നേരാ, വേറെ ആരോ ഇതിൻ്റെ പിന്നിൽ കിടന്ന് കളിക്കുന്നുണ്ട്. നമ്മളുടെ കയ്യിൽ ഋഷി ഇല്ലയെന്നുള്ളത് സത്യമാണ്, പക്ഷേ ഋഷി ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതാരാന്ന് നമ്മൾ കണ്ടെത്തണം. ഇനിയിപ്പോൾ ഇസബെല്ലയും കെവിനും ആയിരിക്കുമോ ഋഷിയെ തട്ടിക്കൊണ്ട് പോയത്. നന്ദൻ ഋഷിയെ കൊന്നിട്ടില്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഋഷിയെ കൊന്നു കളയാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്തേക്കണേന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട്, അതിനും ചാൻസ് ഉണ്ട് അച്ഛാ. ഇനിയിപ്പോൾ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇസബെല്ലയുടെയും കെവിൻ്റെയും ഒരു പ്ലാനും നടക്കില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ സത്യങ്ങൾ അറിയണതിന് മുമ്പ് അവരായിട്ട് തന്നെ ഋഷിയെ അപായപ്പെടുത്താനും സാധ്യതയുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കെവിനെ ഇസബെല്ലേനെയാണ്. ഇസബെല്ലയാണെങ്കിൽ കെവിനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. എന്നാലും നീ എന്ത് ചതിയാടാ എന്നോട് ചെയ്തത്? നീ എന്തിനാ ദേവികയുടെ അനുജത്തിനെ തന്നെ പോയി പ്രണയിച്ചത്? ഇനിയിപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞാൽ നീ എന്തായാലും സത്യങ്ങളൊക്കെ ശാരികയോട് പറയില്ലേ എന്ന് ചോദിക്കുമ്പം, ഇല്ലവല്ല, നമ്മളുടെ ഒരു സത്യവും ശാരികയോ ദേവികയോ ആരും അറിയാൻ പോകുന്നില്ല എന്ന് പറയുമ്പം ഇസബെല്ല പറയുന്നുണ്ട്, ഇല്ല, എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ആ കുടുംബത്തിലെ അംഗമാവും. പിന്നെ അവരുടെ കാര്യത്തിലാണ് നീ പ്രാധാന്യം കൽപ്പിക്കുള്ളൂ, എൻ്റെ കാര്യത്തിൽ നിനക്ക് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ കെവിൻ പറയുന്നുണ്ട്, ഞാൻ വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും നീ എന്നും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരിക്കും, നിനക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടണേന്നൊക്കെ. അങ്ങനെ ഇവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ അരുന്ധതിയുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സൗണ്ട് കേട്ടതും ഇസബെല്ല പറയുന്നുണ്ട്, ആരോ വന്നിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ കെവിൻ വന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് അരുന്ധതിനെയാണ്. അരുന്ധതി അകത്തേക്ക് കയറിയിട്ട് ഇസബെല്ലയോട് ചോദിക്കുന്നുണ്ട്, നന്ദന എവിടെയാണെന്ന്. ആ സമയം ഇസബെല്ല ചോദിക്കുന്നുണ്ട്, മേഡം എന്താ ഈ പറയണത്? നന്ദന എവിടെയാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പം, നിനക്കറിയാം, നീ അറിയാതെ നന്ദനെ എങ്ങും കൊണ്ടുപോയിട്ടില്ല, നീയും കെവിനും കൂടെ ചേർന്ന് നന്ദനെ എവിടെയോ മാറ്റിയേക്കണേന്ന് പറയുമ്പം കെവിൻ പറയുന്നുണ്ട്, ആൻറ്റി എപ്പോഴും എന്തിനാ ഞങ്ങളെ തന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് അതിലൊരറിവുമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, എൻ്റെ മകൻ്റെ ജീവൻ വെച്ചാൽ നിങ്ങളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കണേ. നന്ദനെ ചന്ദ്രോത്തുകാർക്ക് തിരികെ കൊടുത്തില്ലെങ്കിൽ ഋഷിയെ എനിക്ക് തിരികെ കിട്ടൂല എന്ന്. ആ സമയം ഈ ഇസബെല്ല ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയാണ് ഈ പറയണേന്ന് ചോദിക്കുമ്പം, ഇന്ന് ദേവിക്ക് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ശരിക്കും ഋഷി അവരുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. ആ സമയത്ത് ഇസബെല്ല ചോദിക്കുന്നുണ്ട്, മേഡം എന്തൊക്കെയാണ് ഈ പറയണേ? ഋഷി ചന്ദ്രോത്തുള്ളവരുടെ കസ്റ്റഡിയിലുണ്ടെന്നോ? അവർ വെറുതെ പറയണേയായിരിക്കും എന്ന് പറയുമ്പം, ഇല്ല, ദേവിക അതെന്നോട് വ്യക്തമായി പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായോ ഋഷി മരിച്ചിട്ടില്ല എന്നുള്ള കാര്യം? അതൊക്കെ അവർക്ക് എപ്പോഴേ മനസ്സിലായി. ആ സത്യങ്ങൾ അറിഞ്ഞിട്ട് അവരറിയാത്തതുപോലെ നടിച്ചതാണ്. എന്തായാലും എയർപോർട്ട്
ബോട്ടിലേക്ക് പോയ ഋഷിയെ അവിടുന്ന് പൊക്കിയത് ചന്ദ്രോത്തുള്ളവരുടെ ആൾക്കാരാണ്. ഇനി ഋഷിയെ തിരിച്ച് കിട്ടണമെങ്കിൽ നന്ദനെ നമ്മൾ തിരിച്ചു കൊടുക്കണമെന്ന് അവർ പറയണേ. അതുകൊണ്ട് എനിക്ക് നന്ദനെ കിട്ടിയേ പറ്റുള്ളൂ. ആ സമയം ഈ ഇസബെല്ലയും കെവിനും ആണെങ്കിൽ ആകെ ഷോക്കായി പോകുന്നുണ്ട്. എന്നിട്ട് കെവിൻ പറയുന്നുണ്ട്, ആൻറ്റി എന്തൊക്കെയാണ് ഈ പറയണത്? എന്നിട്ട് ആൻറ്റി ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അവരോട് സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പം പിന്നെ സമ്മതിക്കാതെ ദേവിക ഓരോരോ കാര്യങ്ങൾ പറഞ്ഞപ്പം ഞാൻ അറിയാതെ തന്നെ എൻ്റെ മകൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പോയി. അപ്പോഴാണ് ദേവിക പറയണത്, സത്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയായിരുന്നു, എന്തായാലും ഋഷി അവരുടെ കസ്റ്റഡിയിലുണ്ട്, നന്ദനെ തിരിച്ചു കൊടുത്താലേ എൻ്റെ മോനെ അവരെനിക്ക് തിരിച്ചു തരുള്ളൂ. സമയത്ത് കെവിൻ പറയുന്നുണ്ട്, ഇതിന് കാരണക്കാർ ഞങ്ങളാന്നുള്ള കാര്യം ദേവിക അറിഞ്ഞു എന്ന് ചോദിക്കുമ്പം അതെല്ലാം അവർക്കറിയാം, നീയും ഇസബെല്ലയും ചേർന്ന് നാടകം കളിച്ചതാണെന്നും ഈ ഋഷി മരിച്ചിട്ടില്ല എന്നൊക്കെ അവർക്ക് അറിയാമെന്ന്. അത് കേട്ടതും കെവിനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. ആ സമയത്ത് ഇസബെല്ല കെവിൻ്റെ നേരെ ഇപ്പോൾ എങ്ങനെയുണ്ടെന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോടാ പറയണേ, എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടണം, അതിന് നന്ദന എവിടെയാണെങ്കിലും നന്ദന ദേവികയ്ക്ക് തിരിച്ചു കൊടുത്തേ പറ്റൂ. അന്നേരം ഈ ഇസബെല്ല പറയുന്നുണ്ട്, അത് നന്ദന എവിടെയാണെന്നുള്ള കാര്യം മേഡത്തിൻ്റെ മകനോട് ചെന്ന് ചോദിക്കുന്നു. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇസബെല്ല പറയണത്? എൻ്റെ മകനോട് ചോദിക്കാനോ? എൻ്റെ മകൻ എവിടെയാണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ മകനെ തേടി ഇങ്ങോട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ. നീ എൻ്റെ അടുത്ത് അഭ്യാസം എടുക്കരുത്, എനിക്ക് എൻ്റെ മകനെ തിരിച്ചു കിട്ടണം, അതിനിപ്പോൾ ഞങ്ങളെന്താ വേണ്ട, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ, മേഡം വേറെ എവിടെയെങ്കിലും പോയി നന്ദനെ അന്വേഷിക്കുന്നു പറഞ്ഞതും അരുന്ധതിക്കാണെങ്കിൽ അത് കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അരുന്ധതി വേഗം തന്നെ ഇസബെല്ലയുടെ കഴുത്തിന് പിടിച്ചിട്ട്, നീ എന്താടി വിചാരിച്ച എന്നെക്കുറിച്ച്? ഞാൻ നിസ്സാരക്കാരിയൊന്നുമല്ല, ഞാൻ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അത് നടത്തിയെടുക്കും, എനിക്ക് എൻ്റെ മകനെ കിട്ടണം, അതിനുവേണ്ടി നന്ദന എവിടെയാണെന്ന് നീ പറഞ്ഞേ പറ്റുമെന്നും പറഞ്ഞ് ഈ ഇസബെല്ലേനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിലോട്ട് ചേർത്തി നിർത്തി കഴിയുമ്പം ഈ കെവിനാണെങ്കിൽ ഓടി വരുന്നുണ്ട്. ആൻറ്റി എന്താ ഈ കാണിക്കണേ, അവളെ വിട്ടേന്നും പറഞ്ഞ് ഈ അരുന്ധതിയെ ബലമായിട്ട് കെവിൻ പിടിച്ചു മാറ്റുന്നുണ്ട്. ആ സമയത്ത് അരുന്ധതി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞത് ആ സത്യങ്ങളെല്ലാം ഞാൻ ദേവികയോട് പറയാമെന്ന്, എന്നിട്ടിപ്പോൾ എന്തായി, എല്ലാ സത്യങ്ങളും അവർ മനസ്സിലാക്കിയില്ലേന്ന്. ആ സമയത്ത് ഇസബെല്ല പറയുന്നുണ്ട്, ഇനി നമ്മൾ എന്ത് ചെയ്യും കെവിനെ? എല്ലാ സത്യങ്ങളും അവർ മനസ്സിലാക്കിയിട്ടാണോ നിനക്ക് ശാരികയെ വിവാഹം കഴിച്ച് തരാമെന്ന് അവർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഈ അരുന്ധതി അത് കേട്ടിട്ടാണെങ്കിൽ ഒന്നും കൂടി ഞെട്ടുന്നുണ്ട്. എന്ത്, ശാരികയെ നീ വിവാഹം കഴിക്കാൻ പോകാമെന്നോന്ന് ചോദിക്കുമ്പം അതേ മേഡം, ഇവനക്ക് ശാരികയെ വിവാഹം കഴിച്ച് കൊടുക്കാമെന്ന് ദേവികയും ദേവികയുടെ വീട്ടുകാരും ഇവന് വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന്. അത് കേട്ടതും അരുന്ധതി പറയുന്നുണ്ട്, അപ്പം ശരിക്കും അവർ പ്ലാൻ ചെയ്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ, ഇനി നിങ്ങൾക്കോ എനിക്കോ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തി അവർക്ക് തിരിച്ചു കൊടുക്കണം, എന്നിട്ട് എൻ്റെ മകനെ എനിക്ക് സ്വന്തമാക്കണം, ഇല്ലെങ്കിൽ എൻ്റെ മകനെ അവർ കൊന്നു കളയുമെന്ന്. ഇത് കേട്ടതും ഈ കെവിനും ഇസബെല്ലയും എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇസബെല്ലയുടെയും കെവിൻ്റെയും അരുന്ധതിയുടെയും എല്ലാ പ്ലാനും 8 നിലയിൽ തന്നെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇവർ ഈ ഋഷിനെയും നന്ദനെയും അന്വേഷിച്ച് ഓടിപ്പായുന്ന എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.